പ്രവാസി പെൻഷൻ ഹോൾഡേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളന സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം കോഴിക്കോട് ജില്ലാ പ്രവർത്തക സമ്മേളനം വടകരയിൽ വെച്ചു നടത്തി. ഇപ്പോൾ നമ്മുടെ വാർഷിക സമ്മേളനം നടത്തേണ്ട സമയം വൈകി കഴിഞ്ഞു. ജനുവരിക്ക് മുമ്പ് നടത്തേണ്ട വാർഷിക സമ്മേളനം 6 മാസം നമുക്ക് കഴിഞ്ഞു. 6 മാസക്കാലമായി നിരന്തരമായി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാവുകയും ആ യോഗത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നും എത്തുന്നവരോട് വളരെ കർശനമായി തന്നെ കോഴിക്കോട് ജില്ലാ സമ്മേളനം നടത്താമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പല കാരണങ്ങളാൽ അത് മാറ്റിവെക്കുകയുണ്ടായി. ഇപ്പോൾ അവസാനം നടത്താൻ നിശ്ചയിക്കുന്ന സമയത്താണ് തിരഞ്ഞെടുപ്പ് വന്നതും ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡേറ്റുകൾ ഒക്കെ അനുവദിച്ചത്. അപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ കോലാഹലത്തിനിടയിൽ നമ്മളൊരു ജില്ലാ സമ്മേളനം പ്രസക്തിക്കാനായി പോകുമെന്നുള്ള രീതിയിൽ ചോദിച്ചു. ആ 2 മാസക്കാലത്തേക്ക് വീണ്ടും വീഴ്ച. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ള പലരും ഇന്ന് ഈ യോഗത്തിലുണ്ട്. ഒരു കാര്യം മാത്രം വ്യക്തമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 32 വർഷക്കാലമായി പ്രവാസികളെ സംഘടിപ്പിക്കുന്നതിനും അസംഘടിതരായിരുന്ന അവരുടെ സംഘാടന ശേഷി ദുരുപയോഗപ്പെടാതെ നമ്മുടെ ജീവിതങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടിത ശക്തിയായി മാറ്റിയെടുക്കാനുള്ള ശ്രമം എൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ന് NRI കൗൺസിലിന്റെ ശാഖകൾ, ജില്ലാ കമ്മിറ്റികൾ, സ്റ്റേറ്റ് കമ്മിറ്റികൾ നിലവിൽ പ്രവർത്തിക്കുന്നു. ഈ ആവശ്യങ്ങൾ അധികാരി വർഗങ്ങൾ ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സംഘടനയാണ്. ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. പ്രവാസി പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളായ ദീർഘകാലം വിദേശത്ത് ജോലി ചെയ്ത് വന്ന് യാതൊരു നിത്യമത്തില്ല എന്തെങ്കിലും ചെറിയ സമ്പാദ്യം കൊണ്ട് നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അന്നേരം വരും രാഷ്ട്രീയക്കാർ തന്നെ ഇടങ്ങാറാക്കാൻ, അവർക്ക് വേണ്ടി പൊരുതുന്ന, അവർക്ക് നിലനിർത്താൻ വേണ്ടി, അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു സംഘടന എന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞത് അഹമ്മദ് സാഹിബിന്റെ പിന്നിൽ അണിനിരക്കണം. ഞാൻ നേരത്തെ ഒരു പ്രവാസി കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്, അതുപോലെ പ്രവാസി ലീഗിന്റെ ഭാരവാഹി, പ്രവാസി സംഘിന്റെ ഭാരവാഹിയാണ്. അതൊന്നും ഇവിടെ വിഷയമല്ല. ഞാൻ രാമദാസ് മാലിന്യന്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കലിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് പൊതുവികാരത്തിനോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ടാണ് പൊതുപ്രവർത്തകനായ രാമദാസ് മാലിന്യക്ക് ബേഗേരിയൊക്കെ ഇവിടെ സന്നിധരായതും ഇതിനു വേണ്ടി വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു. തുടർന്നും അദ്ദേഹത്തിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്, ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ സഹായങ്ങളും പിന്തുണ ഉണ്ടാകണം. ഈ സമ്മേളനം കഴിഞ്ഞിട്ട് ഒരു പുതിയ നേതൃത്വത്തിലേക്ക് നിങ്ങളെ വരുവാൻ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അത്തരം ആളുകളെ വെച്ചുകൊണ്ട് ഇനി ജില്ലാ കമ്മിറ്റി ഐതിഹാസികമായ രീതിയിൽ മുന്നോട്ട് പോകണം. അതുപോലെ സംസ്ഥാന തലത്തിൽ വനിതാ വിഭാഗം സംഘടിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറയുന്നുണ്ട്. അതിനും കൂടി മുതൽക്കൂട്ടായിട്ട് കോഴിക്കോട് ജില്ലയിലെ വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏത് സ്ത്രീ സഹോദരിമാരായാലും അവർ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അവരോട് എന്ത് വ്യത്യാസം ഉണ്ടെങ്കിലും എന്ത് വെറുപ്പുണ്ടെങ്കിലും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് കൈമുട്ടിയ ഈ സംഘടനയുടെ ശബ്ദം മറ്റുള്ള സ്ഥലങ്ങളിൽ കേൾക്കാനും സാധാരണ പ്രവാസികളെ സംരക്ഷിക്കാനും സാധാരണ പ്രവാസികൾക്ക് ജീവിത സുരക്ഷിതം ഉറപ്പുവരുത്താനും നമുക്ക് സാധിക്കും.